ഇത് ഡെയിലി ഉള്ള അമ്മയുടെ ആക്ടിവിറ്റി മാറ്റി വെച്ചിട്ട് അന്ന് രാവിലെ അമ്മ 10:30 വന്ന അമ്മ വൈകിട്ട് 5 മണിയായി പോകുമ്പോൾ കെറ്റിലും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു. കോഫി, തേയില, മറ്റേ ആർജിയും GL എല്ലാമായിട്ട് വന്നു. ആർജിയും GL അല്ലെങ്കിൽ പേസ്റ്റ് എല്ലാമായിട്ട് വന്നു. കോഫി ഇട്ട് കുഞ്ഞിന് കോർഡിസെപ്സിൻ്റെ കോഫി അന്ന് എനിക്ക് തോന്നുന്നു ഒരു 6-7 പ്രാവശ്യം. അതെ 6-7 പ്രാവശ്യം വരുക എന്ന് പറഞ്ഞു. അന്ന് അതെ ഇതാണ് കോഫി, ഈ കോഫി. അപ്പം 6-7 പ്രാവശ്യം അമ്മ അത് ഇട്ട് കൊടുത്തു. ഡോക്ടർ പറഞ്ഞത് ഒരു ശനിയാഴ്ച രാവിലെ ഡിസ്ചാർജ് ചെയ്യാം എന്ന്. ബുധനാഴ്ച വന്നിട്ട് പറഞ്ഞു 2 ദിവസത്തെ മെഡിസിൻ കൂടെ കഴിയട്ടെ. അല്ല ബുധനാഴ്ച വന്നിട്ട് പറഞ്ഞു എനിക്ക് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഡിസ്ചാർജ് ചെയ്യാം, കാരണം വീസിങ് അങ്ങോട്ട് കുറയുന്നില്ല, നാളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ആള് ബുധനാഴ്ച വന്നിട്ട് പറഞ്ഞു നമുക്ക് നാളെ വിടാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കുംഭകർണിയുടെ അന്ന് രാവിലെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ ഡോക്ടർ പറഞ്ഞു 3 ദിവസത്തെ ആൻറ്റിബയോട്ടിക് എന്തോ പെട്ടെന്ന് മാറി കുഞ്ഞിന് കുഴപ്പം. ഞാൻ പിന്നെ ഇതൊന്നും പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ദൈവം മേലെ വല്ലതും പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് മാറി. ഇപ്രാവശ്യവും കുഞ്ഞിന് മിനിഞ്ഞാന്ന് പനി വന്നപ്പോൾ ഞാൻ ഇതുപോലെ രാവിലെ എന്നായിരുന്നു അമ്മ, തിങ്കളാഴ്ച രാവിലെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. രാത്രി കിടന്നപ്പോൾ തന്നെ എന്തോ അകത്ത് നിന്നിട്ട് ഇങ്ങനെ കുറുകുറാന്ന് കേൾക്കാം എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ. ഞാൻ അന്നേരം വിചാരിച്ചു പോളാം, കുഴപ്പമില്ല, രാവിലെ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് വിനോദോഷിൻ്റെ അടുത്ത് കൊണ്ടുപോയി തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞ് അമ്മ എവിടെ നിർത്തിയിട്ടുണ്ട്, നീ ഇവിടെ നിൽക്കി, ഞാനൊരു കാര്യം തന്നു വിടാം, കുഞ്ഞിന് ചുമയുടെ മരുന്ന് കൊടുക്കരുത്, ഇതേ കൊടുക്കാവുള്ളൂ. സിറ്റോപാൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മരുന്നാണ് ഈ ചുമയുടെ. സത്യം പറഞ്ഞാൽ ഉള്ളിലൊരു